ഇതിൻ്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ OMS സ്കീം അനുസരിച്ചുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നിബന്ധനകൾ കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുകയാണ്. ഇത് ഒരു ഫെഡറൽ സമ്പ്രദായം അംഗീകരിച്ച രാജ്യത്തിന് തീർത്തും യോജ്യമല്ലാത്ത നടപടിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന് തങ്ങൾ തോന്നിയത് ചെയ്യും എന്ന ഒരു മനോഭാവമുണ്ട് എന്നുള്ളതിൻ്റെ ഭാഗമായി ഈ ഫെഡറൽ രീതികളൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയ്ക്ക് നിരക്കാത്ത നടപടികൾ എല്ലാ മേഖലയിലും സ്വീകരിച്ചു പോവുകയാണ്. നമ്മൾ സപ്ലൈകോ മുഖേന 24 രൂപ നിരക്കിലും കേരളത്തിലെ റേഷൻ കടകളിൽ 10 രൂപ 90 പൈസ നിരക്കിലും നൽകി വന്നിരുന്ന അരിയാണ് ഇപ്പോൾ ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപ നിരക്ക് നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അരി വാങ്ങുന്നത് 18 രൂപ 59 പൈസ നിരക്കിലാണ്. 18 രൂപ 59 പൈസ നിരക്കിൽ വാങ്ങിയ അരിയാണ് 29 രൂപ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് വിൽക്കുന്നത്. അതായത് 10 രൂപ 41 പൈസ വർദ്ധിപ്പിച്ചാണ് ഈ ഭാരത് അരി എന്ന് പറയുന്ന അരി വിൽക്കാൻ തയ്യാറാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കെ റൈസ് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്നത് 11 രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ടാണ്. ഇവിടെ എന്തിനാണ് സംസ്ഥാന സർക്കാരിന് നേരത്തെയുള്ള തോതിൽ അരി വാങ്ങാനുള്ള അനുമതി ഫലത്തിൽ നിഷേധിക്കുന്ന നടപടിയെടുത്തത്? എന്താണ് നേരിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരമൊരു അരി വിതരണം ഏറ്റെടുത്തതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം? നാട്ടുകാർക്ക് ഈ രീതിയിൽ കൂടുതൽ വരാൻ വാങ്ങിക്കൊണ്ടല്ലേ 10 രൂപ 41 പൈസ വിൽക്കുന്ന അരിയുടെ മേലെ കൂടുതലായി എടുത്തുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇത് വിതരണം ചെയ്യുന്നത്? അപ്പോൾ കൃത്യമായ ലാഭേച്ഛയല്ലേ കേന്ദ്ര സർക്കാരിനെ നയിച്ചിട്ടുള്ളത്? ഇവിടെ ലാഭേച്ഛയും കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ ലാഭവും, അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു തീർത്തും തെറ്റായ നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ സംസ്ഥാനം പൊതുജനക്ഷേമം മുൻനിർത്തിയാണ് കെ റൈസ് ഇവിടെ 11 രൂപയോളം
സബ്സിഡി നൽകിക്കൊണ്ട് വിതരണം ചെയ്യുന്നത്. രണ്ട് സർക്കാരുകളുടെ സമീപനത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് നാം കാണേണ്ടത്.